എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്, നല്ലൊരു അറ്റംപ്റ്റ്. ശരിക്കും നല്ലൊരു മെസ്സേജാണോ പടം? മെസ്സേജിൻ്റെ പ്രശ്നമല്ല, നമ്മൾ ചില സോഷ്യൽ റിയാലിറ്റീസ് ഉണ്ടല്ലോ, ആ സോഷ്യൽ റിയാലിറ്റീസ് വലിയ ഒരു എന്താ പറയുക മെലോ ഡ്രാമ ഇല്ലാതെ വളരെ ബാലൻസ്ഡ് ആയിട്ട് കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടം. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയം എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. പിന്നെയാണ് എന്താണ് എടുത്തു പറയാനായിട്ട് എന്നുള്ള പടത്തിൽ? നല്ല പഴയ മോഡൽ കഥയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ത്രില്ലുണ്ട്. ഓക്കെ. പക്ഷേ അരിക് എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരൻ സെന്തിൽ പടം പൊള്ളിച്ചടിക്കുന്നു പറഞ്ഞ ദൈവം. ഞാൻ ആത്മാർത്ഥത എപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോൾ സാധനം പറഞ്ഞു. ഇവിടെ എനിക്ക് അടുത്ത സംസ്ഥാനം ഭാഗത്ത് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അത്രയും മനോഹരം. കാരണം ഇർഷാദക്കാരൻ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കുന്നു ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട്. കാരണം ഞാൻ പടത്തേക്കാലം ഞാൻ ഇവൻ്റെ ആക്ടിങ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എത്രയോ കാലഘട്ടങ്ങൾ പല രീതിയിൽ എന്നിട്ടല്ലേ ലാസ്റ്റ് ഇർഷാദക്കാരൻ അച്ഛനായിട്ട് ലാസ്റ്റ് ഇവൻ വയസ്സനായിട്ടൊരു സാധനം ഉള്ളിച്ചടി ഒരു പാറപ്പുറത്തുന്ന ഡയലോഗുണ്ട് ചെറുപ്പം. മെസ്സേജാണോ തരുന്നത്? എനിക്ക് ഭയങ്കര മെസ്സേജാണ്. കാരണം എന്ന് പറയുമ്പോൾ എത്ര താഴത്ത് നിന്നിട്ട് എത്ര ഉയരങ്ങളിലെത്തിയാലും ഈ നമ്മുടെ ഈ ജാതി വ്യവസ്ഥകൾ പറയുന്നുണ്ട് എന്നുള്ളൊരു സാധനമാണ്. അപ്പം അതിനകത്തൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, പണ്ട് ജാതിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും, കാരണം മുഖത്തടിച്ച് പറയും. പക്ഷേ ഇപ്പോൾ മനസ്സിൽ വെച്ചിട്ട് പെരുമാറുന്നവരെ കാണാൻ പറ്റുന്ന ഡയലോഗ് ഭയങ്കരമായിട്ട് മനസ്സിൽ കൊടുക്കുന്ന ഡയലോഗായിരുന്നു. എന്തായാലും ഗംഭീര പടം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫെസ്റ്റിവലിലൊക്കെ വരേണ്ട സിനിമ വന്നില്ലായിരുന്നു. ശരിക്കും ഒരു ഫൈറ്റും ഇതൊക്കെ ഉള്ള പടങ്ങൾക്ക് ആളുള്ളൂ, ഇതുപോലത്തെ പടങ്ങൾക്ക് ആളുകൾ കയറുന്നില്ല. എന്തെന്ന് അല്ല, നമ്മളെ കലാമൂല്യം, അതായത് സിനിമകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലല്ലേ ആസ്വദിക്കാൻ പല ഇതാണ്. പക്ഷേ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണമെന്നാണ്. പക്ഷേ എന്തെന്നറിയാമോ, നമ്മളൊക്കെ 90 ഒക്കെ ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആ ഓരോ മഴത്തുള്ളി വീഴുമ്പോഴും ഞാൻ പറഞ്ഞു എന്ത് നൊസ്റ്റാൾജി എന്ന് പറയും. ഭയങ്കരമായിട്ട് ആ കടകളായിരുന്നാലും ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ടോ പടം. ലോ ബഡ്ജറ്റാണ്, നമ്മുടെ സർക്കാരിൻ്റെ പടമാണ്, ഗംഭീരമായിട്ടുണ്ട്. പടത്തെക്കുറിച്ച് ഒരുപാട് സന്തോഷം. കാരണം ഇവരുടെ ഈ പടം കണ്ടിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം ഒരുപാട് അഭിനയ സാധ്യതകളുള്ള ഒരു സാധനമാണ്. പിന്നെ സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് സിനിമ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തിരിക്കുന്നത് കോരൻ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. നമുക്കിടയിലൊക്കെ ഒരുപാട് കോരന്മാർ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക, ഇങ്ങനത്തെ ഇത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിൽ അസിസിക്കെ പോലൊരാൾ വന്ന് ഈ പടം കണ്ടതിനും അത് എന്നെ പോലെ താളല്ല, അങ്ങനെ പറയരുത്, നമ്മളൊന്നും. പക്ഷേ ഗംഭീരമായിട്ടാ. എനിക്ക് സെന്തിൻ്റെ പെർഫോമൻസ് എനിക്ക് അഭിമാനം, എന്താ ഭയങ്കരമായിട്ട് അഭിമാനം അസൂയൊക്കെ തോന്നി. കാരണം അവനെ കൊണ്ടൊന്നും പറ്റാത്ത സാധനം അതല്ല. എനിക്കത് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത് ഗംഭീരം. അടിപൊളിപ്പെടാണ്. ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അരുണാദാസ് എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഒരു കുറേ ന്യൂ ജെൻ സിനിമകൾ വരുന്നുണ്ട്, പക്ഷേ ഇതുപോലത്തെ ഒരു മൂവി എന്തായാലും കണ്ടിരിക്കണം. അപ്പം ഒരുപാട് സന്തോഷം. എനിക്ക് ഇതിലൊരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല. പ്രേക്ഷകനായിട്ട് ഈ ഒരു പടം എങ്ങനെ കാണുന്നു? ശരിക്കും ഒരു മെസ്സേജാണ്. അതെ, ശരിക്കും തന്നെ നമുക്കൊരു മെസ്സേജ്, അതായത് പ്രേക്ഷക എന്നുള്ള നിലയ്ക്കും അഭിനേത്രി എന്നുള്ള നിലയ്ക്കും ഇതിൽ നമുക്ക് ഒരുപാട് മെസ്സേജ് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കണ്ടാലേ അറിയത്തുള്ളൂ. നമ്മളൊരു അതിനെക്കുറിച്ച് അഭിപ്രായം പറയണേക്കാട്ടിലും നമ്മളത് കാണുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കത് പറയാൻ പറ്റണില്ല. അപ്പോൾ എന്തായാലും കാണുന്നില്ല. ഓക്കെ, ശരിക്കും കണ്ണ് പറയാനുള്ള ഒരുപാട് ഇതുണ്ടോ? കണ്ണ് നിറയാന്നല്ല, നമ്മളതിൽ ഒരുപാട് മെസ്സേജസ് ആണല്ലോ. അത് നമുക്കൊരുപാട് അങ്ങനെ സങ്കടം അല്ലെങ്കിൽ ഫീൽ ആവാനുള്ള അങ്ങനത്തെ മെസ്സേജ് അല്ല, നമുക്കൊരുപാട് മനസ്സിലാക്കാനുള്ളത്. അതായത് മനുഷ്യനായ അറിഞ്ഞിരിക്കേണ്ടേ, ഇല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് പഴയ കാലഘട്ടവും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു മെസ്സേജാണ്. ഓക്കെ.